നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ 2026 കലണ്ടർ പ്രകാശനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ 2026 കലണ്ടർ പ്രകാശനം പള്ളുരുത്തി കസ്ബ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ കിരൺ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷം, നിങ്ങളെല്ലാം കാണാൻ പറ്റിയതും ഇവിടുത്തെ പ്രകടമായ മാറ്റം കാണാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. അതിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ പങ്കുണ്ടാവും. നിങ്ങൾ പള്ളുരുത്തി സ്വദേശികൾക്ക് ഒരുപാട് പങ്കുണ്ടാവും. കൂടാതെ ഞാനിവിടെ കാണുന്ന സ്കൂളുകൾ, ഒത്തിരി സ്കൂളുകൾ കുട്ടികൾ പഠിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ മക്കളൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം നല്ല വിദ്യാഭ്യാസം നേടി വരുമ്പോൾ അവരെ കാണുമ്പോൾ ചിലപ്പോൾ ഇവർക്കൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടാവും, എന്താണ്, മാറണം, മാറി ചിന്തിക്കണം, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം. പലരും ഇവിടുന്ന് പോയി, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പല ക്രിമിനൽസും എന്തില്ല. ഇപ്പം എനിക്ക് 143 67 ആക്റ്റീവ് ക്രിമിനൽസ് മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. ക്രിമിനൽ ലിസ്റ്റിലുള്ള, അതായത് റെഗുലർ ക്രൈംസ് ചെയ്യുന്ന 67 മാത്രമേ നമ്പറുള്ളൂ. ഇവിടുന്ന് അങ്ങ് കുമ്പളങ്ങി വരെയുള്ള കണക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പള്ളുരുത്തി മൊത്തത്തിൽ മാറി, നല്ല പ്രദേശമായി മാറി, എല്ലാവർക്കും വസിക്കാൻ പറ്റിയ പ്രദേശമായി മാറി. ഇപ്പോൾ ഇലക്ഷൻ നടന്നപ്പോൾ തന്നെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ഒരു കള്ളയോട്ട്, പിന്നെ ഒരു ഫ്ലെക്സ് കത്തിക്കൽ, പിന്നെ ഒരു കാർ അടിച്ച് പൊട്ടിക്കൽ, സിമ്പിൾ. എന്നാൽ ഞാൻ അതല്ല പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്നത്. എല്ലാത്തിനും ഞാൻ കേസ് എടുത്തിട്ടുണ്ട്. പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ പഴയ കണക്കൊന്നുമല്ല, ക്രിമിനൽ ആക്ടിവിറ്റീസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 1-2 ക്രിമിനൽസിനെ എനിക്ക് ടാർഗറ്റ് ചെയ്ത് ഞാൻ അവരെ എന്ത് ചെയ്തു, ഇലക്ഷന് മുമ്പ് തന്നെ കാപ്പയൊക്കെ ചുമത്തി എന്ത് ചെയ്തു, ജയിലിലേക്ക് അടച്ചത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ എന്ത് ചെയ്യും, കാപ്പ മുതലായ വകുപ്പുകൾ പ്രകാരം അവരെ എന്ത് ചെയ്യും, വളരെ സൗമ്യനായി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് അയക്കും, ജയിലിലേക്ക് അയക്കും. അപ്പോൾ നമുക്കിവിടെ സമാധാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ചെറിയ അടിപിടി ഉണ്ടെങ്കിലും, തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വധശ്രമത്തിന് കേസെടുക്കുക, എന്ത് ചെയ്യുക. യൂണിറ്റ് പ്രസിഡന്റ് PC സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി KP ജെയിൻ, ട്രഷറർ TM ഇബ്രാഹിം, ഡെന്നി തോമസ്, KS അജിത് കുമാർ, VE മാത്യു, KU ജബീബ്, KC ബെന്നി, V ഉദയൻ, KU സുധീർ, അന്നബാബു, PU രഞ്ജിത്ത്, PP വിനിത എന്നിവർ സംസാരിച്ചു. വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നത് ഈ ഭരണസമിതിയുടെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനം ഫലം കണ്ടു എന്നത് നമുക്ക് എല്ലാവർക്കും ചാരിതാർത്ഥ്യമുണ്ടാക്കുന്നതാണ്. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും മനസ്സ് വെച്ചാൽ അതിനെയൊക്കെ അതിജീവിക്കാനും മറികടക്കാനും നമുക്ക് കഴിയും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയം പ്രോജക്റ്റ്. 2023 നമ്മൾ ചിന്നക്കനാൽ എന്ന സ്ഥലത്ത് നേതൃത്വ പരിശീലന ക്യാമ്പുമായിട്ട് 24 പേര് ഇവിടെ ഒരു ക്യാമ്പിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ചർച്ച വരികയും ചുരുക്കം ചിലർ അവിടെ ഈ പദ്ധതിയിലേക്ക് നിക്ഷേപമായി ഓഫറുകൾ തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം വർഷങ്ങളായി അംഗങ്ങൾക്കും നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള കസ്റ്റമേഴ്സിനുമായി നാം തയ്യാറാക്കുന്ന കലണ്ടർ ഈ ശിഷ്യ സൗജന്യമായി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ഒരു സമൂഹ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ നാം മുന്നോട്ട് ഓരോ പരിപാടികളും ആവിഷ്കരിച്ച് പോവുകയാണ്. ഈ കലണ്ടർ പ്രകാശനത്തിന് ഔദ്യോഗികമായി അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ വളരെ സ്നേഹപൂർവ്വമാണ് അങ്ങേര് പെരുമാറുകയും നമ്മളുടെ ഒരു നടപ്രദേശത്തിലെ കച്ചവടക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കാണുന്നതും അതോടൊപ്പം തന്നെ ക്ഷണിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം മനസ്സിലാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് നമുക്ക് അദ്ദേഹത്തെ അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത്. കാരണം കോഴിക്കോട് മുതൽ കേരളത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം വരെയുള്ള പല സ്റ്റേഷനുകളിൽ നിന്ന്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.